ഹലോ. സർക്കാർ സർവീസുകളിൽ ഇപ്പോഴും മനുഷ്യത്വം ഉള്ള ആളുകൾ ജോലിക്ക് ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അല്ലേ? പല സർക്കാർ ഉദ്യോഗസ്ഥരും മനുഷ്യത്വരഹിതമായിട്ട് തന്നെയാണ് അവിടെ ചെല്ലുന്നവരോട് പെരുമാറാറ്. അപ്പോൾ എൻ്റെ മുഖത്തും ആ ഒരു സന്തോഷത്തിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാകാം സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു മനുഷ്യത്വപരമായിട്ടുള്ള പെരുമാറ്റം. അതെന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ കാണുക. വളരെ ചെറിയ വീഡിയോ ആണ് കേട്ടോ, ഒരു 3 മിനിറ്റ് ദൈർഘ്യമേ ഉള്ളൂ വീഡിയോയ്ക്ക്. അതിൽ കൂടുതൽ ദൈർഘ്യമുള്ള ആരുടെയും സമയം ഒരുപാട് വേസ്റ്റ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക. ഇതിനകത്ത് ഒരു കുറിപ്പും ഒരു വീട്ടുടമസ്ഥൻ്റെ കുറിപ്പും അതിന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സർക്കാർ ജോലിക്കാരൻ്റെ മറുപടി കുറിപ്പുമാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. ഇതിൽ പറയുന്നത് കൊല്ലം ജില്ലയിലെ മുണ്ടൂർ ഭാഗത്ത്, എനിക്ക് തോന്നുന്നു ആ ഏരിയയിൽ ഒക്കെ എല്ലാവരും പൈപ്പ് വെള്ളമായിരിക്കും യൂസ് ചെയ്യുന്നത്, അവിടെ കിണർ കാണില്ലായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു വീട്ടിൽ അവർ വാട്ടർ അതോറിറ്റിക്ക് അവരുടെ വെള്ളത്തിൻ്റെ ബില്ല് അടച്ചിട്ടില്ലായിരുന്നു. 2600 രൂപയായിരുന്നു അതിൻ്റെ എമൗണ്ട് വരുന്നത്. അപ്പോൾ അവർ ബില്ലടയ്ക്കാത്തത് കൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. ആരും വാതിൽ തുറന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥർ മീറ്ററിൻ്റെ അടുത്തേക്ക് പോയി കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോൾ മീറ്ററിനോട് ചേർന്ന് ഒരു കുറിപ്പ് എഴുതി വച്ചിരിക്കുന്നു. ആ കുറിപ്പ് എന്താണെന്നറിയോ? കാശ് അടയ്ക്കാൻ പോയിട്ടുണ്ട്, കണക്ഷൻ കട്ട് ചെയ്യരുത്. എത്ര മനോഹരമാണല്ലേ ആ കുറിപ്പ്. അത് വായിച്ച ശേഷം ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ അവിടെ ഒരു കുറിപ്പ് വെച്ചു. അതെന്താണെന്നറിയോ? ഞങ്ങൾ കൃത്യമായി കണക്ഷൻ കട്ട് ചെയ്യാൻ തന്നെയാണ് വന്നത്, പക്ഷേ താങ്കളെ വിശ്വസിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു. എത്ര മനോഹരമാണല്ലേ ആ കുറിപ്പും അതിന് കിട്ടിയ മറുപടിയും. അപ്പോൾ ഇവർ ഇതുപോലെ വാട്ടർ ബിൽ അടയ്ക്കാൻ ചെന്നപ്പോൾ ഇവരുടെ കയ്യിൽ പക്ഷേ 2600 രൂപ ഉണ്ടായിരുന്നില്ല. അവരുള്ള പൈസ അടച്ചിട്ട് പോന്നു. വാട്ടർ അതോറിറ്റി അവർക്ക് കുറച്ച് ദിവസം കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് പൈസ അടയ്ക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ്റെ നന്മയാണല്ലേ, മനസാക്ഷി. എല്ലാവർക്കും പൊതുവേ ഈ മനസാക്ഷി ഉണ്ടാവാറില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ. കറണ്ടും വെള്ളവും ഒന്നുമില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ മുൻപോട്ട് പോകാൻ ആർക്കും പറ്റില്ല. അത് പൈസ ഉള്ളവർക്കായാലും ശരി, പൈസ ഇല്ലാത്തവർക്കായാലും ശരി. നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ വെള്ളവും കറണ്ടും എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്കില്ലെങ്കിൽ, കണക്ഷൻ കട്ട് ചെയ്തിട്ട് പോയാൽ പിന്നെ പെട്ടെന്നൊന്നും നമുക്കത് കിട്ടൂല അല്ലേ? വെള്ളമൊക്കെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങളോളം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നാണ് അവർ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു കുറിപ്പ് എഴുതി വച്ചിട്ട് പോയത്. അപ്പോൾ നമ്മളുടെ നാടിനാവശ്യം ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരാണ്. ഇനിയും നമ്മുടെ സർക്കാർ സർവീസുകളിലേക്ക് ഇതേപോലെയുള്ള ജോലിക്കാർ കയറി വരട്ടെ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.